الحمد لله رب العالمين نحمده سبحانه حق حمده ونثني عليه الخير كله كما ينبغي لجلال وجهه وعظيم سلطانه وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار فيا عباد الله أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെല്ലാം കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖും അനുഗ്രഹവും കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് അനുഗ്രഹീതമായ ബലിപെരുന്നാളിന്റെ സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് ഇന്നത്തെ സുദിനം. പരസ്പരം സന്തോഷം പകരാൻ, എല്ലാ വേദനകളും മറന്നുകൊണ്ട് പുഞ്ചിരിക്കാൻ, അതിലുപരി സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ അല്ലാഹു വലിയ നിഅമത്ത് എന്ന നിലക്ക് നമുക്ക് നിശ്ചയിച്ചു തന്ന സന്തോഷത്തിന്റെ സുദിനമാണ് ഈദുൽ അദ്ഹ, അതുപോലെ തന്നെ ഈദുൽ ഫിത്റുമൊക്കെ. വിശ്വാസികളെ, ഈ സുദിനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നാം ഓർത്തിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നേരം പുലർന്ന ഈ ദിവസത്തിന്റെ മഹത്വം എന്താണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മലിക്കുൽ ജബ്ബാറായ നാഥന്റെ അരികിൽ ഏറ്റവും മഹത്വരമായ, ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് യൗമുൻ നഹർ, ഇന്നത്തെ ദിനമാണ്, അഥവാ ബലിദിനമാണ്. ദുൽഹിജ്ജ 10 അത്രയും വലിയൊരു അനുഗ്രഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന എല്ലാ വിശ്വാസിനികൾക്കും ഇന്നത്തെ ഈ ദിവസത്തിന്റെ ആശംസ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. വിശ്വാസികളെ, മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗത്തിന്റെ സ്മരണകൾ
നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമർപ്പണത്തിന്റെ സന്ദേശങ്ങൾ പകർന്ന മഹാനായ ആ പ്രവാചകന്റെ മില്ലത്ത് പിന്തുടർന്നുകൊണ്ട് ഈ വർഷം 20 ലക്ഷത്തിലേറെ, അതല്ലെങ്കിൽ 20 ലക്ഷത്തോളം മുസ്ലിമീങ്ങളാണ്, ഹാജിമാരാണ് ഇപ്പോൾ മക്കയിലും മിനയിലും മുസ്ദലിഫയിലും ഒക്കെ ഹജ്ജിന്റെ വിവിധങ്ങളായ കർമ്മങ്ങൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കാത്ത ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങൾ അവർ ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ, ബലിപെരുന്നാൾ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സന്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചെറിയ നിലക്കുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ പെരുന്നാൾ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിവിടുന്ന മഹനീയമായ സന്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിശ്വാസികളെ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് അതിശക്തമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനമായ ചില പ്രതിസന്ധികൾ, വളരെ സങ്കീർണമായ ചില പ്രയാസങ്ങൾ ഇന്ന് ഈ ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമതായി ഞാൻ പറയും, ഖുദ്സിന്റെ പ്രശ്നം തന്നെയാണ്, ഫിലസ്തീൻ പ്രശ്നം തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇന്ന് മാത്രമല്ല, കാലങ്ങളായി മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇന്ന് അതതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സഹോദരങ്ങൾ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീനിൽ നിന്ന് നാം കേൾക്കുന്ന രോദനങ്ങൾ, അവിടെ നിന്ന് നാം കേൾക്കുന്ന നിലവിളികൾ, അവിടെ നിന്ന് നാം കാണുന്ന കണ്ണുനീര് വിശ്വാസമുള്ള ഏതൊരു വിശ്വാസിയുടെയും, ഈമാനുള്ള ഏതൊരു മുസ്ലിമിന്റെയും ഹൃദയം വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാം. പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ അനുഗ്രഹ സമ്പൂർണമായ ഒരു നാട്, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ല, മാത്രമല്ല മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഏറെ പ്രധാനപ്പെട്ട 3ാമത്തെ പള്ളി, മഹാനായ അന്തിമദൂതന് രാപ്രയാണവും അവിടേക്കാണല്ലോ രാപ്രയാണം ഉണ്ടായത്, അവിടുന്നാണല്ലോ വാനയാത്രയുണ്ടായത്. എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുണ്യമുള്ള ഒരു ഭൂമി. ആ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് രക്തത്തിന്റെ മണമാണ് കേൾക്കുന്നത്. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ചെറിയ മക്കൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയുമായി മാതാപിതാക്കൾ കരയുന്നതാണ് നമ്മൾ അവിടുന്ന് കാണുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി വേദനിക്കുന്ന ഒരു ജനതയെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അന്തിയുറങ്ങാൻ വീട് പോലും ഇല്ലാതെ താമസിക്കുന്ന വീടുകൾ പോലും തകർന്നടിഞ്ഞ വീടുകൾക്ക് മുമ്പിൽ വേദനിക്കുന്ന മനസ്സുമായി ഞങ്ങൾക്ക് ഇനി ആരഭയം നൽകാനുണ്ടെന്ന് ലോകത്തോട് ചോദിക്കുന്ന മനുഷ്യ മനസ്സുകളെയാണ് ഫിലസ്തീനിൽ നമ്മൾ കാണുന്നത്. വിശപ്പകറ്റാൻ ഭക്ഷണമില്ല. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ അവിടെ പോലും ബോംബ് വർഷിക്കപ്പെട്ട് ജൂതന്റെ കിരാതമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞ നാളുകൾ കൂടി വിശപ്പകറ്റാൻ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന മനുഷ്യരാണ് മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന 1ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫിലസ്തീന്റെ പ്രശ്നം തന്നെയാണ്, ഖുദ്സിന്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അവരെ ഓർക്കാതെ നമുക്കെങ്ങനെ ഈദ് ആഘോഷിക്കാൻ കഴിയും? ഇന്നത്തെ ദിവസത്തിൽ അവരെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് പോലെ ഇന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് അല്ലാഹു എല്ലാ നിലക്കുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ പ്രശ്നം അതാണ്. 2ാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യം മുമ്പത്തേതുപോലെയല്ല. ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം. പക്ഷേ ആ മുസ്ലിം സമുദായം ഇന്ന് അപരവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബോധപൂർവം ഭരണകൂട ഭീകരത, ഒരു ഭരണകൂടം തന്നെ ഒരു സമുദായത്തെ അപരവൽക്കരിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയും ഒരു സമുദായത്തിനെതിരെ
വ്യാപകമായ നിലക്കുള്ള തെറ്റിദ്ധാരണകൾ പകർത്തി വർഗീയതയാണ് ഇന്ന് നാടാകെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ രംഗമാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാണുന്നത്. ലോകത്തൊട്ടാകെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്തുമുണ്ട് ഇസ്ലാമോഫോബിയ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ടതാണ് എന്ന ബോധമാണ് ഇന്ന് മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. മുസ്ലിമീങ്ങളെ പേടിക്കേണ്ട ഒരു വിഭാഗമാണ്. അവർ കരുതലോടെ കാണണം. മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ച് പേടി വളർത്തുകയാണ്. ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പേടി വളർത്തുകയാണ്. മുസ്ലിമിന്റെ താടി അത് ഭീകരതയുടെ അടയാളമായി ചിത്രീകരിക്കുകയാണ്. ഇസ്ലാമിന്റെ എല്ലാം അത് പേടിക്കേണ്ടതാണെന്ന ഒരു ബോധം ഇന്ന് ജനങ്ങൾക്കിടയിൽ ബോധപൂർവമായ പ്രചാരണം നടത്തുകയാണ്. എന്റെ ഈ മുമ്പിലിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തീവ്രവാദം, ഭീകരവാദം എന്ന പദം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം കുത്തകയായി അവകാശപ്പെട്ട ഒരു പദമല്ലല്ലോ. പക്ഷേ ഭീകരവാദം എന്നും തീവ്രവാദം എന്നുമൊക്കെ ലോകത്ത് ആ പദം ഉപയോഗിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ആരാണ് ഇവിടെ ചിത്രീകരിച്ചത്? ആ നിലക്കുള്ള ഒരു ചിത്രം ആരാണ് ഇവിടെ ഉണ്ടാക്കിയത്? ആലോചിച്ചു നോക്കൂ. എന്തുമാത്രം വലിയൊരു പ്രശ്നമാണ്. എവിടെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ അപ്പോഴും നിരപരാധികളായ മുസ്ലിമീങ്ങൾ ക്രൂശിക്കപ്പെടുന്നത് ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? ബലിപെരുന്നാളിന്റെ സന്ദേശം മനസ്സിലാകണമെങ്കിൽ ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന കാലഘട്ടത്തിലെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യാതെ അത് നമുക്ക് മനസ്സിലാക്കുകയില്ല. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയുമോ? നമ്മുടെ സാമൂഹ്യ സാഹചര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചിരുന്നത് ഇസ്ലാമിന്റെ പുറത്തു നിന്നായിരുന്നു. അന്ന് നമുക്കതിനെ നേരിടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ ഇസ്ലാമിനെ പരിഹസിക്കുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുവാനും ഇസ്ലാമിക ആദർശങ്ങളെ പുനരാഖ്യാനം നടത്താനും ശത്രുക്കൾ ആളുകളെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നടക്കുന്നത് എന്താണ്? ഹംദും സ്വലാത്തും ചൊല്ലി ഇസ്ലാമിന്റെ കുപ്പായം ധരിച്ച് മുസ്ലിം പള്ളികളിൽ ഇസ്ലാമിന്റെ വേഷധാരികൾ, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ടവരാണെന്ന് സമൂഹം തെറ്റിദ്ധരിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവിന്റെ കിതാബ് ഓതി അവർക്കനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ പറഞ്ഞ് പുനരാഖ്യാനം നടത്തുന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തിരിച്ചറിയാൻ പലപ്പോഴും ഈ ഉമ്മത്തിലെ പലർക്കും സാധിക്കാതെ വരുന്നു എന്നത് വേദനാജനകമാണ്. നാലാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പുതിയ കാലത്ത് ചില ആളുകളൊക്കെ പറയാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ അതങ്ങ് പച്ചക്ക് പറയുന്നത് അത് ഒരു അപകർഷതയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ, പക്ഷേ അത്ര കണിശത വേണ്ട. അത് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കുന്നതല്ല. പുതിയ കാലത്തിന്റെ പേര് പറയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഖുർആൻ സത്യവേദ ഗ്രന്ഥമാണെന്ന് പറയാം, പക്ഷേ ഖുർആൻ മാത്രമാണ് സത്യവേദ ഗ്രന്ഥം എന്നെന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഇസ്ലാം സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞോ, പക്ഷേ ഇസ്ലാം മാത്രമാണ് സത്യം എന്നെന്തിനാണ് പറയുന്നത്? അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഖലീലുള്ളയുടെ കുടുംബം നമുക്ക് നൽകുന്ന മെസ്സേജ്, ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അഞ്ചാമത്തെ ഒരു പ്രശ്നവും കൂടെയുണ്ട്. അതെന്താണെന്നറിയുമോ? പുതുതലമുറയുടെ അപകടകരമായ സഞ്ചാരമാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഒരു 15 വയസ്സുകാരനെ നോക്കി നാം ഭയപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുതുതലമുറയെ പേടിയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. 70കളിലെ 80കളിലെ 90കളിലെ തലമുറയെ ഈ നിലക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറയെ പേടിയോടെയാണ് കാണുന്നത്. ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ടതില്ല, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കും, ആരുടെയും നിയന്ത്രണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ നിലക്കുള്ള നിലപാടുകൾ സ്വീകരിച്ച് പുതുതലമുറയിൽ പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. ഇതൊക്കെ ഇന്നിന്റെ ലോകത്ത് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. വിശ്വാസികളെ, ഈ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നത്, ഈ പ്രതിസന്ധികളിലെല്ലാം ഉൾക്കാഴ്ച നൽകുന്നത്, ഇന്ന് നാം ഏതൊരു പ്രവാചകന്റെ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണോ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്, ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഈ രംഗത്തൊക്കെ നമുക്ക് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങളുണ്ട്. ഏകദേശം നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമൂഹികമായ സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭരണകൂട ഭീകരത എവിടെയുണ്ടായിരുന്നു? ഉപ്പയുടെയും നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ഒക്കെ എതിർപ്പുകളും അവരിൽ നിന്നുള്ള പീഡനങ്ങളും സാമൂഹ്യമായ എതിർപ്പുകളും ഒക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, എന്താ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. അള്ളാഹ് ഇത് വെറുതെ പറഞ്ഞതാണോ? സൂറത്തുൽ മുംതഹനയുടെ 4-ാമത്തെ വചനത്തിൽ കാണാം, ഖദ് കാനത് ലക്കും, നിങ്ങൾക്കുണ്ട് ജനങ്ങളെ, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട്, ഫീ ഇബ്രാഹീമ, ഇബ്രാഹീമിലും അതേപോലെ വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളിലും ലോകമേ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ മാതൃക എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കൂ. ഖുർആനിൽ 25 അധ്യായങ്ങളിൽ 69 ഇടങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എത്ര തവണ? 25 അധ്യായങ്ങളിൽ 69 തവണയാണ് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിരിക്കുന്നത്. അത് കേവലം അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പറഞ്ഞതല്ല, മറിച്ച് ആ ജീവചരിത്രത്തിലപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഇൻസിഡന്റുകൾക്കപ്പുറം, ആ ചരിത്ര ആഖ്യാനങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ പാദമുദ്രകളെ നിങ്ങൾ പിന്തുടരണം. എങ്ങനെയാണ് നമ്മുടെ നേതാവ് ജീവിച്ചത്? ചിന്തിച്ചു നോക്ക്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലായിരുന്നു അവിടുന്ന് ജീവിച്ചത്. ഓരോ പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ, ഏതൊരു പ്രതിസന്ധികൾ വരുന്ന സമയത്തും വിശ്വാസത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അതിനെയെല്ലാം അദ്ദേഹം നേരിട്ടത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംഭവങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു മഹാസംഭവമായിരുന്നു. അദ്ദേഹം ഒരു വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, കാനത് ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഒരു സമുദായത്തിന് ചെയ്തു തീർക്കാവുന്ന, അതല്ലെങ്കിൽ ഒരു സമുദായത്തിന് പോലും ചെയ്തു തീർക്കാനാവാത്തത് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഗ്രഹാരാധനയോട് ബാല്യം മുതൽക്ക് തന്നെ അപജ്ഞ തോന്നിയ മഹാനായ പ്രവാചകന്. കാരണം എന്തെന്നറിയുമോ? വിഗ്രഹാരാധകന്റെ മകനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഇറാഖിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ഊർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വിഗ്രഹാരാധകനായ ഒരു പൂജാരിയുടെ മകനായി ഖലീലുള്ള ജനിച്ചു വീഴുകയാണ്. ജനിച്ചു വീഴുമ്പോൾ തന്നെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വാപ്പ കൊണ്ടുപോയി വെക്കുന്ന നിവേദ്യങ്ങൾ, അത് എലികൾ തിന്ന് നശിപ്പിക്കുന്നതാണ് ആ മോന് കാണുന്നത്. അപ്പൊ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ വിഗ്രഹങ്ങളോടും വിഗ്രഹാരാധനയോടും ഒക്കെ അവജ്ഞ തോന്നി. അങ്ങനെ വളർന്നു വലുതായി യുവാവാകുകയാണ്. ദൈവീക ബോധനം ലഭിക്കുകയാണ്. വീടിന്റെ അകത്ത് നിന്ന് തന്നെ വാപ്പയോട് തർക്കമാരംഭിക്കുന്നു. ഖുർആൻ അത് പറയുകയാണ്, إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ, ഒന്നും കേൾക്കാത്ത, വലാ യുബ്സിറു, ഒന്നും കാണാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ, വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഇവറ്റങ്ങളെ നിങ്ങൾ എന്തിനാണ് വാപ്പ നിങ്ങൾ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? വാപ്പയ്ക്ക് ഇഷ്ടമായില്ല. ശക്തമായ സംവാദങ്ങൾ നടക്കുന്നു. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ അതാ വീട്ടിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടാകുന്നു. അവിടെ മുതൽ പ്രതിസന്ധി തുടങ്ങുകയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് വന്നാൽ, വീട്ടിൽ നിന്നിറങ്ങിയാൽ നാട്ടിൽ ആരെങ്കിലും ഒന്ന് സംരക്ഷണം നൽകാനുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ മുഴുവനും എതിരാണ്. നാട്ടുകാരിൽ നിന്ന് ശക്തമായ പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഭരണകൂടവും സപ്പോർട്ട് ചെയ്യാനുള്ള, ഭരണകൂടവും അതാ കടുത്ത പ്രതിസന്ധിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുകയാണ്.
ഭരണകൂട ഭീകരത രാജാവ് എതിരാകുന്നു. അപ്പൊ വിഗ്രഹാരാധകരായ വാപ്പയും കുടുംബവും അതേപോലെ തന്നെ സമൂഹവും ആ നാട് ഭരിച്ചിരുന്ന രാജാവും എല്ലാവരും ഒരു യുവാവിനെതിരെ എതിരാകുമ്പോൾ ആ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെ വിശദീകരിക്കും? എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ആ കടുത്ത പ്രതിസന്ധി അഗ്നികുണ്ഡാരത്തിലേക്ക് അദ്ദേഹത്തെ എറിയപ്പെടുന്നത് വരെ ആ പ്രതിസന്ധി നീണ്ടുപോകുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു മക്കളുണ്ടായിരുന്നെങ്കിൽ, തന്റെ കൂടെ നടക്കാൻ മക്കളുണ്ടായിരുന്നെങ്കിൽ അതൊരാശ്വാസമായിരുന്നു. വാപ്പക്ക് സമാധാനം നൽകാൻ മക്കളുണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരുന്നു. സാറയായിരുന്നു ജീവിത സഖി. മക്കളുണ്ടായിരുന്നില്ല, ദുഃഖം അവരെ അലട്ടിക്കൊണ്ടിരുന്നു. അവസാനം സാറ പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാണ്, ഈ പോക്ക് പോയാൽ ശരിയാകില്ല, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. അങ്ങനെ അതാ അടിമ സ്ത്രീയായ ഹാജറിനെ സാറയുടെ ആഗ്രഹപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവാഹം ചെയ്യുകയാണ്. മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ടും മക്കളില്ല. അങ്ങനെ അതാ ജീവിതം നീണ്ടുപോകുകയാണ്. ജീവിതത്തിന്റെ സായം സന്ധിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തപിക്കുന്ന മനസ്സുമായി റബ്ബിനോട് ദുആ ചെയ്യുകയാണ് ഒരു പ്രവാചകൻ. അങ്ങനെ ഏകദേശം ചരിത്രം പറയുന്നത് 86-ാമത്തെ വയസ്സിലാണ് കുഞ്ഞു ജനിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞു ജനിച്ച് തന്റെ കുഞ്ഞിന്റെ കൂടെ, ഭാര്യയുടെ കൂടെ ഒരു കുടുംബജീവിതം ഏതൊരു മനുഷ്യനും സ്വപ്നം കാണുമല്ലോ. അവിടെ മുതലതാ ഖലീലുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ കൂട്ടുകാരനെ രാജാതിരാജനായ റബ്ബ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്ന് പരീക്ഷണം തുടങ്ങുകയാണ്. പറക്കമുറ്റാത്ത ഈ കുഞ്ഞുമകനെയും നിന്റെ ഭാര്യയെയും നീ ഇവിടെ താമസിപ്പിക്കുകയല്ല വേണ്ടത്, അവരോടൊപ്പം കുടുംബജീവിതം നയിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്റെ ആജ്ഞ നീ സ്വീകരിച്ചു കൊള്ളണം. അവരെയുമായിട്ട് വിജനമായ അങ്ങ് അറേബ്യ മരുഭൂമിയിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിക്കണേ. എന്നിട്ട് നീ അവിടെ നിൽക്കരുത്, നീ തിരിച്ചു വരണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു പരീക്ഷണമാണ്. അങ്ങനെയാണ് ആ പിഞ്ചുമകനെയും കൂട്ടിയിട്ട്, ഭാര്യയെ ഹാജറിനെയും കൂട്ടിയിട്ട്, ഇന്ന് കാണുന്നത് പോലെ നാഗരികമായ ഒരു വികാസവും പ്രാപിക്കാത്ത മക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകളില്ല, ഇന്ന് കാണുന്നത് പോലെ ക്രൗഡില്ല, ഇന്ന് കാണുന്നത് പോലെ റോഡില്ല, ഇന്ന് കാണുന്നത് പോലെയുള്ള വികാസങ്ങൾ അവിടെയില്ല. പരന്നു കിടക്കുന്ന മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ ഒരിടത്ത് കൊണ്ടുപോയി ഒരു കുടില് കെട്ടി താമസിപ്പിച്ച് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ആ വരണ്ട മരുഭൂമിയിൽ നിന്ന് നിർഗളിച്ച സംസമില്ലേ, അതേ ഖലീലുള്ളയുടെ കുടുംബത്തിന് അല്ലാഹ് നൽകിയ സമ്മാനം ലോകം ആ അത്ഭുതം ഇന്നും അത്ഭുതത്തോടെ കാണുകയല്ലേ. ചിന്തിക്ക് സഹോദരങ്ങളെ, എവിടെയും പ്രതിസന്ധിയാണ്, എല്ലായിടത്തും പ്രതിസന്ധിയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് ഒരു അനുവാദം ഉണ്ടാകുമ്പോഴാണ് മക്കത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒരിക്കൽ മക്കത്ത് ചെല്ലുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അന്ന് ചോര പൈതലിനെ അവിടെയാക്കി തിരിച്ചു പോരുമ്പോ ചെറിയൊരു പിഞ്ചു പൈതലായിരുന്നു. പിന്നീട് ഒരിക്കൽ തിരിച്ചു ചെല്ലുമ്പോൾ അതാ തന്റെ കൂടെ കൈപിടിച്ച് നടക്കാൻ പ്രായമുള്ള കാലമാണ്. വാപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിവുള്ള പ്രായമാണ്. ആ പ്രായമായപ്പോൾ അതാ വരുന്നു അടുത്ത പരീക്ഷണം. ഇതൊന്നും മനസ്സിലാകാതെ ഇന്നിന്റെ ലോകത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകൂല. ഏതൊരു പിതാവിന്റെയും ഉള്ളം പിടക്കുന്ന പരീക്ഷണം. എന്താ പറഞ്ഞത്? നിന്റെ കൂടെ നടക്കാൻ പ്രായമായ നിന്റെ മകനില്ലേ, ഞാൻ നിനക്ക് സ്വപ്ന ദർശനം നൽകുകയാണ്. ആ കുഞ്ഞിനെ ബലിയെറുക്കണം ഇബ്രാഹിമേ. അല്ലാഹ് സന്ദർഭം പറയുന്നു, മനസ്സ് പിടക്കുന്ന രംഗമാണത്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ യാ ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അതെ, കൂടെ അധ്വാനിക്കാൻ പ്രായമായപ്പോൾ അല്ലാഹു പറയുകയാണ്, അല്ലാഹ് കൊടുത്ത സ്വപ്ന ദർശനം മോനോട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ ബലി നൽകാനാണല്ലോ റബ്ബ് പറയുന്നത്. എന്താ മോനെ നിന്റെ അഭിപ്രായം? എന്താ പറയുന്നത്?
ഓ പിതാവേ, എന്റെ പൊന്നുപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്തേക്ക്, സംശയിക്കേണ്ടതില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കാണാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൺകുളിർമ നൽകുന്ന വർത്തമാനമാണ് മോൻ പറയുന്നത്. പഠിച്ചോ സമുദായമേ, ഇന്ന് നമ്മൾ പ്രതിസന്ധിയിലാണ്. ഏത് പ്രതിസന്ധി? മക്കൾ വാപ്പയോട് പറയുന്നു, നീ ആരാണ് എന്നെ നിയന്ത്രിക്കാൻ? ഉപ്പയോട് ബഹുമാനമില്ലാത്ത, ഉമ്മയോട് ബഹുമാനമില്ലാത്ത, സ്വന്തം മാതാവിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന മക്കൾ, സ്വന്തം മാതാവിനെ കടാരക്ക് മുമ്പിൽ ആ കടാര കൊണ്ട് സ്വന്തം മാതാവിന്റെ കഴുത്തറുത്തു കൊല്ലുന്ന ഇന്നിന്റെ മക്കൾ. എവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്? എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്? എന്തേ ഇവിടെ പഠിക്കാനുള്ളത്? ഈ തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഖലീലുള്ള സ്വന്തം മകനെയും ഭാര്യയെയും അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അവരെ പരിശീലിപ്പിച്ചു, തർബിയത്ത് കൊടുത്തു. എന്തൊക്കെ തിരക്കുകളായിരുന്നു ആ പ്രവാചകന്റെ ജീവിതത്തിൽ! ഭരണകൂടം എതിരാണ്, നാട്ടുകാരെതിരാണ്, കുടുംബം എതിരാണ്, പ്രബോധനത്തിന്റെ ബാധ്യതയുണ്ട്, നാട്ടിൽ കഴിയാൻ സമയമില്ല, വേറെ പല നാടുകളിലേക്കും പോകുകയാണ്, പലായനം ചെയ്യുന്നു, പ്രതിസന്ധികളുടെ തിരമാലകൾ. എന്നിട്ടും അതിനിടയിലും തന്റെ മകനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ചു, തർബീയത്ത് പഠിപ്പിച്ചു. അതേപോലെ ഭാര്യക്ക് തവക്കുല് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സന്തോഷം നൽകുന്ന വർത്തമാനം അവരിൽ നിന്ന് ലഭിച്ചു. അതെന്തൊരു കൺകുളിർമയാണ്! വല്ലാത്തൊരു കൺകുളിർമയാണ് അല്ലേ? വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു കുടുംബത്തിൽ അനുസരിക്കപ്പെടുക എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സമാധാനമാണ്. മക്കളോട് വാപ്പ ഒരു കാര്യം പറയുമ്പോ ആ വാപ്പ ഞാൻ അനുസരിച്ചു എന്ന് പറയുന്ന, ഉമ്മയോട് ഞാൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ആ നിലക്ക് വാപ്പാനും ഉമ്മാനെയും അനുസരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ മക്കൾ വളരുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സമാധാനമുണ്ടോ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നല്ല തർബിയത്ത് കൊടുത്തപ്പോ അവിടെ നല്ല മാറ്റമുണ്ടായി. പഠിക്കണം നമ്മൾ, ചരിത്രം നമ്മൾ പഠിക്കണം അല്ലേ? ഇന്ന് മിക്ക മക്കളും പിഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? തർബിയത്ത്, കൃത്യമായ നിലക്കുള്ള തർബിയത്ത് കിട്ടാത്തതിന്റെ പേരിലാണ് പല മക്കളും ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും പിഴച്ചു പോകുന്നത്. പ്രതിസന്ധികൾക്കുള്ള പരിഹാരം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ചുരുക്കി പറയുകയാണ്. ഇങ്ങനെയെല്ലാം പ്രതിസന്ധികൾ ഏതൊക്കെ? ഒന്ന്, പിതാവിന്റെ എതിർപ്പ്. രണ്ട്, ഭരണകൂടത്തിന്റെ ഭീകരത. മൂന്നാമത്തത്, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധികൾ. അഗ്നിയിൽ എറിയപ്പെട്ടു. ഇങ്ങനെ എല്ലാ നിലക്കുള്ള പ്രതിസന്ധികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സമുദായത്തിൽ തൊട്ട ചില ആളുകൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്താ പറയാ? ഓ, എന്തൊരല്ലയാണ്, എന്നെ എന്തൊരു പരീക്ഷണാണ് പരീക്ഷിക്കുന്നത്. ചിലരൊക്കെ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒഴിവായി പോകും. കാരണം ദീൻ എന്നെ ഉപേക്ഷിക്കാൻ, ദൈവനിഷേധിയാകാൻ കാരണമാകും. എത്ര നിസ്കരിച്ചിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അല്ല എന്നെ പരീക്ഷിക്കാണല്ലോ, ഈ ദുരന്തങ്ങളൊക്കെ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരികയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി ദീനും വേണ്ട, ഒന്നും വേണ്ട, ഇസ്ലാമും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞു പോകും അല്ലേ? ഒരു ദൈവനിഷേധിയാകാനുള്ള എല്ലാ വഴികളും മുമ്പിലുണ്ട്. എന്നിട്ടും ഖലീലുള്ള ചെയ്തത് എന്താണ്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതേ റബ്ബ് അദ്ദേഹത്തോട് പറയാണ്, സമർപ്പിക്ക് ഇബ്രാഹിമേ, കീഴൊതുങ്ങി ഇബ്രാഹിമേ, ഒരിക്കലും സംശയിച്ചു നിൽക്കുന്നില്ല. അതേ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ നാഥൻ ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു റബ്ബേ. നീ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും അനുസരിക്കാനും ഞാൻ തയ്യാറാണ്. എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടത് അങ്ങനെയാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി, വരമേൽപ്പിക്കാൻ അവനെത്ര നല്ലവനാണ്. ഖലീലുള്ള പറഞ്ഞ മുദ്രാവാക്യം അതാണ്. അതല്ലേ ഞാൻ ആമുഖത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പലതിനെയും ആരാധിക്കുന്ന ഒരു ജനതയിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? നമ്മളൊക്കെ മനസ്സിൽ കോറിയിടേണ്ട വചനങ്ങളാണ്. സൂറത്തു ശുഅറയിലെ 78 മുതൽ 82 വരെയുള്ള വചനങ്ങൾ. എന്താ പറയണെന്നറിയോ? എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ,
എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനാണ്, അവനാണ് എനിക്ക് മാർഗദർശനം നൽകിയത്. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്കീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതും എനിക്ക് പാനീയങ്ങൾ നൽകുന്നതും. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഇനി ഞാൻ രോഗിയായാൽ എനിക്ക് സുഖം നൽകുന്നതും അവൻ തന്നെയാണ്. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, ഇനി എന്നെ മരിപ്പിക്കുന്നതും എന്നെ ഇനി ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, ഇനി പുനരുദ്ധാന ദിവസം എന്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരുന്നതും ആ പ്രതീക്ഷയും എനിക്ക് അവനിൽ തന്നെയാണുള്ളത്. അല്ലാഹുവിൽ അങ്ങ് തവക്കുൽ ചെയ്തപ്പോ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനും സമാധാനം ലഭിക്കാനും അത് കാരണമായി. അതുകൊണ്ട് ഈദ് നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? ഈദ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ നിർഭയത്വവും സമാധാനവും തൗഹീദിലൂടെ അല്ലാതെ ഒരിക്കലും ലഭിക്കുകയില്ല എന്ന ഏറ്റവും മർമ്മപ്രധാനമായ മെസ്സേജാണ് ഈ ബലിപെരുന്നാൾ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിവിടുന്നത്. ഏത് ദൈവേതര ശക്തികളെ ആരാധിച്ചാലും, ഏത് തന്നെ ഔലിയാക്കളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാലും, ഏത് തന്നെ ആരാധ്യന്മാരുടെ മുമ്പിൽ എന്ത് തന്നെ പറഞ്ഞാലും ഏകദൈവ വിശ്വാസിക്ക് ലഭിക്കുന്ന സമാധാനവും നിർഭയത്വവും ലഭിക്കുകയില്ലെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ബലിപെരുന്നാൾ. അതെ, സുരക്ഷയും സമാധാനവും നിർഭയത്വവും തൗഹീദിലൂടെയല്ലാതെ ലഭ്യമല്ല. ഈ ആയത്തൊന്ന് കേട്ടോ, സൂറത്തുൽ അൻആം 82-ാമത്തെ ആയത്ത്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. എന്റെ മനസ്സിനെ ഏറെ ചിന്തിപ്പിച്ച ഒരു ആയത്താണിത്. അല്ലാഹ് പറയാണ്, അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ആ ഈമാനിൽ ശിർക്കാകുന്ന ദുൽമിനെ കലർത്താതിരിക്കുകയും ചെയ്തതാരാണോ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്, സമാധാനമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗചാരികൾ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, എന്ത് വലിയ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വംശഹത്യയാകട്ടെ, അപരവൽക്കരണമാകട്ടെ, സാമൂഹിക പ്രതിസന്ധിയാകട്ടെ, ഉമ്മത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ, നിശ്ചയദാർഢ്യമുള്ള തൗഹീദ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അതിജയിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും അള്ളാഹുവിന്റെ സഹായവും റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹ വർഷവും ഈ ഉമ്മത്തിനുണ്ടാകുമെന്ന് നമ്മൾ പഠിക്കുക. സഹോദരങ്ങളെ, ഈ ഈദിന്റെ സുദിനത്തിൽ മറ്റൊരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് നൽകിയത്? ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോ, നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കാന്ന് വിചാരിച്ചോ. മരുഭൂമിയുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? മുകളിൽ ചുട്ടുപൊള്ളുന്ന സൂര്യനാണ്, അടിയിൽ ചുട്ടുപൊള്ളുന്ന മണലാണ്. ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ അത് രസമുള്ള കാര്യമാണോ? അല്ല. അങ്ങനെ ആ മരുഭൂമിയിലൂടെ ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒന്ന് ഉപമിച്ചു നോക്കൂ. യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ദാഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മരുഭൂമിയുടെ മധ്യത്തിൽ അയാൾ ഒരു പച്ചത്തുരുത്ത് കാണുന്നത്, പുല്ലൊക്കെ ഉള്ള ഒരു പച്ചത്തുരുത്ത്. അവിടെ ഒരു തെളിനീർ തടാകമുണ്ട്, ചെറിയൊരു തെളിനീർ തടാകമുണ്ട്. അതിങ്ങനെ കാണുമ്പോ ആ വരണ്ട മരുഭൂമിയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്. ഇതേപോലെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യ പ്രകൃതിയെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇസ്ലാം മനുഷ്യന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഇതേ നിലക്കുള്ള ആഘോഷങ്ങളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ആഘോഷങ്ങൾ എന്തിനാണ്? മാനസിക ഉല്ലാസത്തിനാണ്, മനസ്സിന്റെ സമാധാനത്തിനാണ്. എല്ലാം മറന്നുകൊണ്ട്, ദുഃഖങ്ങൾ മറന്നുകൊണ്ട് സന്തോഷിക്കാനുള്ളതാണ്. പക്ഷേ ഈ ഉമ്മത്തിനൊരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോ, പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോ, ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? മെഗാ ഓഫറുകൾ, വലിയ സമ്മാനങ്ങൾ, വലിയ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ച മാളുകൾ അല്ലേ? അവിടെ എത്ര രൂപയുടെ ഓഫർ ഉണ്ട്, അവിടെ വലിയ വിലക്കിഴിവുണ്ട്. ഇതൊക്കെയാണ് ആഘോഷങ്ങൾ എന്ന് പറയുമ്പോ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു സാധനത്തിന് 100 രൂപ വില കൂട്ടിയിട്ടിട്ട് ഒരു 25 രൂപ ഓഫർ കൊടുക്കും. എന്നിട്ട് മെഗാ ഡിസ്കൗണ്ട് സെയിലുകൾ. അതിൽ നിന്നൊരു സാധനം വാങ്ങിയാ എനിക്ക് 25 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ ആ ഓഫറുകളൊക്കെ വാങ്ങി സായുജ്യമടയാണ് ഓരോ മലയാളിയും.
ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തുകയാണ്. ഇതാണ് ആഘോഷം എന്നാണ് പലരും മനസ്സിലാക്കിയത്. അല്ല, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ആത്മീയ അതല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ വിളക്കി ചേർക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്നത്തെ സുദിനത്തിൽ നമ്മുടെ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ നമ്മൾ സമയം കാണണം. നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നന്നാകാൻ ഇന്നത്തെ ദിവസം നമുക്ക് കഴിയണം. നമ്മുടെ അയൽപക്ക ബന്ധവും നമ്മുടെ മാതാപിതാക്കളും കുടുംബവും സമൂഹവുമാകുന്ന നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നവരോടൊക്കെ ബന്ധം ചാർത്താൻ ഇന്നിന്റെ സുദിനത്തിൽ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ മേൽ ശാപമുണ്ടാകും. ആകാശത്തിന്റെ കവാടങ്ങൾ പരമകാരുണ്യകനായ റബ്ബ് നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കും. ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കില്ല. പരലോകത്ത് അവന്റെ നരകാഗ്നിക്ക് നമ്മൾ കീഴ്പ്പെടേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ബന്ധങ്ങളെ വിളക്കി ചേർക്കണം. ആഘോഷങ്ങൾ അതിരുവിടാനുള്ളതല്ല, നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ആഘോഷങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലൊക്കെ നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. ലോകത്ത് ആഘോഷങ്ങളുടെ പേരിൽ മനുഷ്യ ജീവൻ പോലും പൊലിഞ്ഞു പോകുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഫുട്ബോൾ മത്സരത്തിലും മറ്റുമൊക്കെ ജീവൻ പൊലിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. മനുഷ്യന്റെ ജീവൻ, അവന്റെ ബുദ്ധി, അവന്റെ അഭിമാനം, അതേപോലെ തന്നെ അവന്റെ അന്തസ് ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആഘോഷമാണ്. അതുകൊണ്ട് ലഹരി നുണഞ്ഞുള്ള ഒരു ആഘോഷം ഇസ്ലാമിലില്ല. പലപ്പോഴും ലോകത്ത് പല ആഘോഷങ്ങളും കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ കോടികളുടെ കണക്കുകൾ നിരത്തി മദ്യം വിറ്റ കണക്കുകൾ നിരത്തുമ്പോൾ ഇസ്ലാം മദ്യത്തിനെതിരാണ്. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് തടസ്സം നിൽക്കുന്നതാണ്, അവന്റെ വിവേകം നഷ്ടപ്പെടുത്തുന്നതാണ്, അവനല്ലാതാക്കി മാറ്റുന്നതാണ്. സമൂഹത്തിൽ ഛിദ്രതയും കുഴപ്പങ്ങളും തലപൊക്കാൻ മദ്യവും ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ കാരണമാണ്. അതുകൊണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്തുകൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇന്നത്തെ സുദിനത്തെ കൊണ്ടാടേണ്ടത്. വരാനിരിക്കുന്ന മറ്റുള്ള ദിവസങ്ങളെയും നമ്മൾ കൊണ്ടാടേണ്ടത്. അതാണ് നാം ഉയർത്തിപ്പിടിച്ച തക്ബീർ ധ്വനികൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് എനിക്ക് വലുത്. അവന്റെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റുള്ളത് എന്തുമുള്ളൂ. റബ്ബാണ് എനിക്ക് വലുത്. അതാണ് കണ്ടമിടറി ഇത്രയും സമയം നാം ചൊല്ലുന്നത്, ഇനി നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലേ ഇല്ല. ഞാൻ എന്റെ ആരാധനകൾ മുഴുവനും എന്റെ റബ്ബിനെ സമർപ്പിക്കുകയുള്ളൂ. ഒരു ശക്തിയോടും ഞാൻ ദുആ ചെയ്യുകയോ ഒന്നിനോടും ഞാൻ പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്യില്ല എന്ന പ്രഖ്യാപനമാണ് തക്ബീറിലൂടെ നാം ലോകത്തിന്റെ മുമ്പിൽ പ്രഘോഷിക്കുന്നത്. ആ നിലക്ക് ഈദിന്റെ സുദിനത്തെ ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഈദിന്റെ സുദിനത്തിൽ അനുവദിക്കപ്പെട്ട സന്തോഷങ്ങളിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഒത്തുചേരാൻ കഴിയാതെ പലരും രോഗികളായി വീടുകളിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടെ ഈദാഘോഷിക്കുമ്പോഴും അതിന് സാധിക്കാതെ ശത്രുക്കളുടെ പീഡനങ്ങൾക്ക് വിധേയമായി വീട് പോലുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു അവരുടെ മേൽ അവന്റെ സമാധാനം എത്രയും വേഗം വർഷിപ്പിക്കുമാറാകട്ടെ. ശത്രുവിനെതിരിൽ അല്ലാഹു ഈ ഉമ്മത്തിന് സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. اللهم انصر أمة محمد، اللهم انصر أمة محمد، اللهم اصلح أمة محمد، اللهم ارحم أمة محمد، اللهم احفظ بلادنا من الفتن ما ظهر منها وما بطن. ربنا لا تجعلنا فتنة لقوم الظالمين. اللهم منزل الكتاب سريع الحساب، اللهم احزمهم وزلزلهم. اللهم منزل الكتاب سريع الحساب، اللهم احزمهم وزلزلهم.
اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.